السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. صدق الله مولانا العظيم. സർവാദരണീയരായ ഉസ്താദുമാർ, സാദാത്തുക്കൾ, മുഹിബീങ്ങൾ, പ്രിയപ്പെട്ട മോമിനികളെ, ബഹുമാന സ്നേഹനിധികളായ കുടുംബങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ ഖബൂലാക്കുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും നമുക്ക് ഉപകാരമുള്ള അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. വാപ്പച്ചിയുടെ 12ാമത്തെ ഉറൂസ് സമാപന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ 3 ദിവസങ്ങളായി ഉറൂസിൻ്റെ ഭാഗമായി പല ഖാദിരിയ റാത്തീബ്, റിഫായി റാത്തീബ്, നാരിയത്ത് സ്വലാത്ത്, ഖത്മുൽ ഖുർആൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നു വരികയാണ്. ഇന്ന് രാത്രിയിൽ ഈ മഹത്തായ പരിപാടി അനുസ്മരണവും ദിക്ർ, ദുആ സമ്മേളനവുമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഈ പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നത്, ഈ സംഗമം ധന്യമാക്കിക്കൊണ്ട് അനുഗ്രഹീതമാക്കിക്കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്നത് ബഹുമാനരായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകളാണ്. തൊബറല്ലാഹു ഉമറഹു മഅ സിഹത്തി വൽ ആഫിയ. അല്ലാഹു അവിടത്തേക്ക് ആരോഗ്യമുള്ള ദീർഘ ആയുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സയ്യിദ് അലി ബാഫഖി തങ്ങൾ തൊബറല്ലാഹു ഉമറഹു മഅ സിഹത്തി വൽ ആഫിയ. അതേപോലെ ബഹുമാനപ്പെട്ട ബദർ സാദത്ത് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഹഫിളഹുല്ലാഹ് തൊബറല്ലാഹു ഉമറഹു മഅ സിഹത്തി വൽ ആഫിയ. മഹാനവറുകളും അതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ അനിഷേധ്യരായ സാദാത്തുക്കളും ആലിമീങ്ങളും, കെ ഉസ്താദ്, AP ഉസ്താദ്, ജരീയത്ത് ഉസ്താദ്, സി ഉസ്താദ് തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരും മറ്റ് സാദാത്തുക്കളും ഈ മഹത്തായ പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നു, നമുക്ക് ദുആ ചെയ്യുന്നു. അല്ലാഹു അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ, ദീർഘ ആയുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരൊക്കെ തണലിൽ ദീനിയെ ഖിദ്മത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം നാം ഏവർക്കും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്ത് ഇവരെ ഈ സ്നേഹ സംഗമത്തിൽ സംബന്ധിക്കുന്ന ഈ ഉറൂസ് പരിപാടിയിൽ പങ്കുകൊള്ളുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മുഹിബീങ്ങളെയും, എല്ലാ നേതാക്കളെയും, സയ്യിദന്മാരെയും സ്വാഗതം ചെയ്യാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ചുരുങ്ങിയ വാക്കുകളിൽ ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പരിപാടി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. 10 വർഷം ഉറൂസ് നമ്മൾ വാപ്പച്ചിൻ്റെ സ്നേഹിതന്മാരെയും വാപ്പച്ചിൻ്റെ നാട്ടിൽ ഉള്ള എല്ലാ വീട്ടുകാരെയും അതുപോലെ എല്ലാ കുടുംബങ്ങളെയും വാപ്പച്ചിയുമായി ബന്ധമുള്ള ആലിമീങ്ങളെയും സാദാത്തുക്കളെയും മുത്താലിമീങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് തന്നെയാണ് കഴിച്ച് വന്നിട്ടുള്ളത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം എല്ലാം മാറി ഒരു ഓൺലൈൻ പരിപാടി മാത്രമാണ് കഴിഞ്ഞ വർഷം നടന്നത്. അതേ പ്രകാരം ഈ വർഷവും ആ രൂപത്തിൽ മാത്രമേ നമുക്ക് നടത്താനുള്ള അവസരം കൈവന്നിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ പരിപാടി ഓൺലൈനിലായിട്ടാണ് നടക്കുന്നത്. ഇത് വീക്ഷിക്കുന്ന, ഈ സംഗമത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാ മുഹിബീങ്ങളെയും എല്ലാ മോമിനീങ്ങളെയും ഹൃദയം നിറഞ്ഞ ഹൃദ്യമായ നിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും
ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കുന്ന സുൽത്താനുലമ ഉസ്താദ് അവരുകളെയും മഹാനരായ അലി ബാഫക്കി തങ്ങളെയും ബദർ സാദാത്ത് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളെയും സി ഉസ്താദ് ഷെരീഫ് ഉസ്താദ് കെ ഉസ്താദ് അവയിടത്ത് കാരക്കാട് സാദാത്യങ്ങൾ മറ്റ് പണ്ഡിതന്മാർ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ മഹത്തായ പരിപാടിയിൽ കഠിനമായ പ്രയത്നങ്ങൾ നടത്തുന്ന ഓൺലൈൻ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ മറ്റ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയാക്കുന്നതിനു വേണ്ടി വളരെ അങ്ങേയറ്റം ഉത്സാഹിക്കുന്ന അധ്വാനിക്കുന്ന കുടുംബക്കാരും പ്രിയക്കാരും എല്ലാവർക്കും അർഹമുറാഹിമായ നാഥൻ അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ അമൽ അവരിൽ നിന്നും നമ്മിൽ നിന്നും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അവരുടെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇതിന് 12ാമത്തെ ഉറൂസാണെങ്കിലും ക്ഷണിക്കുമ്പോൾ ഉറൂസിൻ്റെ ആണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴാണ് വരേണ്ടത് എന്നാണ് പലരും അത്രയും സ്നേഹമുള്ള ഒരുപാട് ആളുകൾ പാപ്പച്ചിൻ്റെ മുഹിബീങ്ങളിൽ നിന്നും ഈ പരിപാടി വീക്ഷിക്കുന്നവരായിട്ടുണ്ട്. നൂറുകണക്കിന് വീടുകളിൽ വെച്ചുകൊണ്ട് ഖത്തുമ് തീർത്തവരും സ്വന്തമായി ഗ്രൂപ്പിലൊന്നും വരാതെ തന്നെ ഞാനൊരു ഖത്ത് ഓതിയിട്ടുണ്ട് നിങ്ങൾ വേറെനാളി എന്ന് പറയുന്ന പല സ്നേഹിതന്മാരുമുണ്ട്. ജുസ് ഏറ്റെടുത്തവരും അതുപോലെ ഖത്തം പൂർണ്ണമായി ഏറ്റെടുത്ത് ഓതിയവരും തഹ്ലീൽ ചെല്ലുന്നവരും സ്വലാത്ത് സംഘടിപ്പിച്ചവരും ഒക്കെ ഉണ്ട്. അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിയിൽ ഒരുപാട് ആളുകൾക്ക് നാം ദുആ ചെയ്യാൻ വേണ്ടി കടപ്പെട്ടവരാണ്. പാപ്പച്ചിൻ്റെ ഉസ്താദുമാരായിട്ട് ഒരുപാട് ആളുകൾ വഫാത്തായി പോയവരുണ്ട്, ഒരുപാട് ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമാറാകട്ടെ. അവരോടൊപ്പം വഫാത്തായി പോയ ഉസ്താദുമാരൊക്കെ അതുപോലെ മുഹിബീങ്ങളായ കുടുംബത്തിലുള്ള പല ആളുകളും പല പ്രിയക്കാരും മരണപ്പെട്ടവരുണ്ട്. അവരൊക്കെ നാളെ സുഖലോക സ്വർഗത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം ഏവരെയും അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ദുആ ചെയ്യാനുണ്ട്. പാപ്പച്ചിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അടുത്തടുത്തായി മരണപ്പെട്ടു പോയി. പാപ്പച്ചിൻ്റെ വാപ്പ ഉമ്മ തുടങ്ങി ഇളാപ്പമാർ, അതുപോലെ അനുജന്മാർ, പെങ്ങന്മാർ, മറ്റ് അവരൊക്കെ മക്കൾ, പേരമക്കൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ അടുത്ത കാലത്ത് മരണപ്പെട്ടവരിൽപ്പെട്ടവരാണ്. പാപ്പച്ചിൻ്റെ അനുജന്മാർ പോക്കൻകുട്ടി ഹാജി, മൊയ്തീൻകുട്ടി ഹാജി വട്ടക്കണ്ടത്തിൽ, അതുപോലെ അവരുടെ ചിയാപ്പയുടെ 2 കുട്ടികൾ കോവിഡ് കാലത്ത് മരണപ്പെട്ടവരുണ്ട്. അതുപോലെ അമ്മായി എരേരക്കലാം സുഖമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. സമാധാനമുള്ള ആയുസ് കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ പ്രകാരം ഈ മരിച്ചവരൊക്കെ അതുപോലെ പ്രിയക്കാരിൽ നിന്ന് ഒരുപാട് ആളുകൾ, നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഒക്കെ ഒരുപാട് ആളുകൾ ഇനിയും പേരെടുത്ത് പറയേണ്ടവരുണ്ട്. പാപ്പച്ചിൻ്റെ പ്രിയക്കാരായ പാതിരിപ്പറമ്പത്ത് അബൂബക്കർ ഹാജി, അതുപോലെ പാറക്കണ്ടി അബ്ദുള്ള ഹാജി, അതുപോലെ ഇവിടെ അടുത്ത് മരിച്ച പൂക്കാട്ട് പറമ്പിൽ നമ്മുടെ മുഹമ്മദ് ഹാജി, അതുപോലെ സ്ത്രീകളിൽ നിന്ന് പോയിൽ ആയിഷ, അതുപോലെ PPC ഖദീജ അജുമ്മ, നമ്മുടെ മജീദിൻ്റെ ചുണ്ടിക്കണ്ടത്തിൽ അജുമ്മ, അതുപോലെ പന്നിങ്ങാട്ട് പറമ്പിൽ പുൽപ്പറമ്പിൽ അബ്ദുറഹിമാൻ മാസ്റ്റർ, ബിച്ചമ്മദുക്കായി, ഇങ്ങനെ അതുപോലെ മറ്റൊരു പ്രിയക്കാരന് വീരാൻ ഹാജി, അതുപോലെ പാപ്പച്ചിൻ്റെ സ്വന്തം സ്നേഹിതൻ്റെ അനപ്പാറ ഹാജി
ആചാര്യയുടെ മകന് അമ്മദാജി, അവിടെ ഇയാത്വജുമ്മ, ഇങ്ങനെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എണ്ണിയാൽ തീരൂല. ഒരുപാട് ആളുകൾ വാപ്പച്ചിൻ്റെ ബന്ധത്തിൽ നിന്ന്, പ്രിയക്കാരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മരിച്ച ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഉറൂസ് ആ പ്രിയക്കാർക്കെല്ലാം വേണ്ടി, ആ കുടുംബക്കാർക്കെല്ലാം വേണ്ടി, അതുപോലെ വാപ്പച്ചിൻ്റെ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ട മഹാനായ മർഹൂം പാറന്നൂർ ഉസ്താദ്, അതുപോലെ ക്വാരി മുസ്ലിയാർ, പാറ മുസ്ലിയാർ, CP അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇങ്ങനെ നമ്മൾ ഓർമ്മയിലുള്ള, അതുപോലെ ഇവിടെ കത്തമ്മൽ നമ്മുടെ എടക്കണ്ടി പോയിൽ അവിടെ ആലി മല്ലാക്ക വാപ്പച്ചിൻ്റെയും അവരെ ഉപ്പൻ്റെയൊക്കെ ഉസ്താദായിരുന്ന ആലി മല്ലാക്ക, ഇങ്ങനെയുള്ള ഉസ്താദുമാരെയും ഗുരുവര്യന്മാരെയും ഒക്കെ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുപോലെ പിന്നെ അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ മരണപ്പെട്ട നമ്മുടെ നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഈ ആലിമീങ്ങളിൽ നിന്ന്, അതുപോലെ സാദാത്യങ്ങളിൽ നിന്ന്, അവേലത്ത്, കാരക്കാട് ഒക്കെയുള്ള സയ്യിദന്മാരൊക്കെ വാപ്പച്ചിയുടെ നിത്യം അവരൊക്കെ സന്ദർശിക്കുന്ന, അവർ സന്ദർശനം നടത്തുന്ന സയ്യിദന്മാരായിരുന്നു. അങ്ങനെയുള്ള ധാരാളം ആലിമീങ്ങൾ ഈ നാട്ടിലെ മുദരിസമാരായിരുന്ന കൈപ്പറ്റ ഉസ്താദ് തുടങ്ങിയിട്ടുള്ള പല ഉസ്താദന്മാരുമുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഇൻഷാ അല്ലാഹ് നേരത്തെ ഞാൻ പേര് പറഞ്ഞ അല്ലാത്ത വിട്ടുപോയതുമായ എല്ലാവർക്കും വേണ്ടി ഈ ഉറൂസിൻ്റെ ഭാഗമായി ഒരു പ്രത്യേകമായ പ്രാർത്ഥന നടത്തുന്നതാണ്. അള്ളാഹു അവരൊക്കെ ദറജ ഉയർത്തട്ടെ, അവരൊക്കെ വാപ്പച്ചിനെയും ഒക്കെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഈ മഹത്തായ ഈ സ്നേഹ സംഗമത്തിൽ പങ്കുകൊള്ളുന്ന നിങ്ങളെ എല്ലാവരെയും വളരെ അങ്ങേറ്റം ഹാർദവമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വാപ്പച്ചി എല്ലാവരോടും സ്നേഹം അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഈ ആണ്ട് 12ാമത്തെ ആണ്ടായിട്ടും ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടത്, എന്താണ് വേണ്ടത് എന്ന നിലക്കുള്ള സ്നേഹമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹു അവർക്കൊക്കെയും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ്, ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഈ ആണ്ടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അതിനുവേണ്ടി സഹകരിക്കുന്നവരാണ്, അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രയത്നങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ടാണ് 10 ആണ്ടും നടന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും മറ്റൊരു രൂപത്തിലാണ്. അതിലും ഓരോരുത്തരുടെയും പങ്ക് ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ട് ആണ്ട് വളരെ ഭംഗിയാക്കി തീർക്കാൻ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അവർക്ക് തിരിച്ച് പറയാനുള്ളത്, ഈ സ്നേഹം നാളെ പരലോകത്ത് സ്നേഹമാണ് ഏറ്റവും വലിയ അമല്. മുഅ്മിനീങ്ങളെ സ്നേഹിക്കുക, മുഹിബ്ബീങ്ങളായി തീരുക, മഹാന്മാരെ സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ വില വലിയ വിലയാണ്. അള്ളാഹു നാളെ അത് നമുക്ക് കണ്ടാസ്വദിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം ഒരുക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്, ഒരുപാട് ആളുകൾ വളരെയധികം പ്രയാസപ്പെടുന്നവരുണ്ട്. വളരെയധികം വീട് നിർമ്മാണത്തിനും മറ്റും അതുപോലുള്ള നമ്മുടെ ഭൗതികമായ പല കാര്യങ്ങളിലും കഷ്ടപ്പെടുന്നവരുണ്ട്. വാപ്പച്ചി എല്ലാവർക്കും സമാധാനം നൽകാറുണ്ടായിരുന്നു. വാപ്പച്ചിൻ്റെയും അതുപോലെ അവരെ ഉസ്താദന്മാരെയും മഹാന്മാരൊക്കെ ബർക്കത്ത് കൊണ്ട് അവിടെ കുടുംബത്തിലും വാപ്പച്ചിൻ്റെ സ്നേഹജനങ്ങളിലും പ്രിയക്കാരിലും ഒക്കെ ഒരു ഭവനം ആഗ്രഹിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. പിന്നെ വാപ്പച്ചി ദ്വാരക്കാൻ പറയുമ്പോൾ ഓരോരുത്തരെയും പേരെടുത്ത് തഹജ്ജുദിന് ശേഷം പേരെടുത്തുകൊണ്ട് ദ്വാ ചെയ്യുന്നത് പലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ ഭംഗി കുറവിൻ്റെ പേരിലും അതുപോലെ സാമ്പത്തിക കഴിവില്ലാത്തതിൻ്റെ പേരിലുമൊക്കെ കല്യാണം മുടങ്ങിക്കിടക്കുന്ന കുട്ടികളൊക്കെ കല്യാണം കഴിച്ചാൽ സന്തോഷമായിട്ടാണ് വാപ്പച്ചി വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുപോലെ ഇരിക്കപ്പൂര പലർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രയോഗിച്ചതൊക്കെ കാണാൻ അവസരം കിട്ടിക്കൊണ്ടാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള പ്രയാസങ്ങൾ അല്ലാഹു തീർക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ബന്ധപ്പെട്ടതായ രോഗത്തിൽ നിന്ന് നാം എല്ലാവരെയും അല്ലാഹു കാക്കുമാറാകട്ടെ, രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ രോഗം ഇവിടുന്ന് നീങ്ങിക്കൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് പ്രവർത്തിക്കാൻ, ജീവിക്കാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും
ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കനിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഉസ്താദ് വാപ്പിച്ചിക്ക് വേണ്ടി ഖത്മും അതുപോലെ തഹ്ലീലും മറ്റും ഒരുക്കി ഓൺലൈനായി പരിപാടികൾ നടത്തുന്ന എറണാകുളത്ത് ഉള്ള ഞങ്ങളുടെ മൂത്ത ഇക്ക കുഞ്ഞൻകായി ഞങ്ങൾ പറയുന്ന കൈത്തറ ഉസ്താദ് അവരുടെ ശിഷ്യന്മാരും സ്നേഹിതന്മാരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വാപ്പിച്ച് പറയാറുള്ളത് അവന് ഒരു പ്രത്യേകത ഉള്ള ആളാണ്. അത് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പ്രത്യേകതയുള്ള ആളാണ്. ഉറൂസ് 12ാമത്തെ ഉറൂസായപ്പോഴും ഞങ്ങൾ ചെറിയ മൗലൂദ് ഓതിയാൽ മതിയെന്ന് ചിലരൊക്കെ ഇങ്ങനെ വിചാരിക്കെങ്കിലും ഉറൂസ് 5 മാസം പറക്കുന്നതിൻ്റെ 1 മാസം മുമ്പേ ഞങ്ങളെ വിളിച്ച് പറയും, വാപ്പിച്ചിൻ്റെ ആണ്ട് ഉഷാറാക്കണം. അങ്ങനെ ഓരോ കൊല്ലവും ആ പറയുന്നതിനേക്കാളും ഉഷാറായി അത് വാപ്പിച്ചി അങ്ങനെ ആയിരുന്നു എന്നതിൻ്റെ പേരിലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തട്ടെ. നാം എല്ലാവരെയും വാപ്പിച്ചിൻ്റെ കൂടെ നമ്മളിൽ നിന്ന് പിരിഞ്ഞ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നീണ്ടുപോയെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഉസ്താദുമാരുടെ എല്ലാം ഉപദേശങ്ങൾ നടക്കാനിരിക്കുന്നു, ദിക്ർ ദുആ നടക്കാനിരിക്കുന്നു. കുറഞ്ഞ സമയം എല്ലാവരും അതിൽ പങ്കുകൊണ്ടുകൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10ലേറെ പ്രാധാന്യമുണ്ടെന്ന്, പുണ്യമേറിയതായിരിക്കുന്ന ദിനരാത്രങ്ങളാണെന്ന് മഹാന്മാർ പഠിപ്പിച്ച ഈ പുണ്യ രാവിലെ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. സന്താനങ്ങൾ ഈ ഭൗതിക ലോകത്തിൻ്റെ ഭംഗിയാണ് എന്ന് പഠിപ്പിച്ചതിൻ്റെ ശേഷം സാലിഹായ ബാക്കിയായ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതും അത്രയധികം ആഗ്രഹിക്കപ്പെടേണ്ടതുമാണെന്ന് കൂടി അള്ളാഹു തആല കൂട്ടിച്ചേർത്ത് പറഞ്ഞ് പഠിപ്പിച്ചത് മക്കളും അതിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. സാലിഹായ മക്കളും ആ സാലിഹായ അമലിൽ പെടും. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മർഹൂം പന്നിങ്ങാട്ട് അഹമ്മദ് കുട്ടി ഹാജി ബുസ്താനാബാദ് കൽത്തറ, അവരുടെ മക്കൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരും അബ്ദുൽ ഖാദർ മദനി, അതുപോലെ അബ്ദുറഹ്മാൻ സഖാഫിയും മറ്റുള്ള മക്കളും എല്ലാവരും ഈ പറഞ്ഞ ഔസാഫുകളുള്ള മക്കളാണ്. അത് കാരണം അദ്ദേഹം മക്കളെ പഠിപ്പിച്ചത് അന്നൽക്കാണ്. അഹമ്മദ് കുട്ടി ഹാജിയുടെ മഹത്വം ഈ മക്കളെ ശരിക്ക് പഠിപ്പിച്ചു, താലീം ചെയ്തു, അതും പഠിപ്പിച്ചു, ഉലമാക്കളാക്കി എന്നതാണ്. മാത്രമല്ല അദ്ദേഹം നല്ല ഒരു തഹജ്ജുദ് നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ഇത്തികാഫിരിക്കുന്ന ഒരു ആബിദ് കൂടിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പരലോകം വിജയപ്രദമാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രത്യേകമായി ദ്വാരക്കുകയാണ്. അഹമ്മദ് കുട്ടി ഹാജി മരിക്കുന്നത് വരെയും പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം നടത്തുകയും അതുപോലെ ദീനിയായ എല്ലാ വിഷയത്തിലും ഇടപെട്ട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള മഹാൻ വ്യക്തിയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിനെ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ, വെളിച്ചമാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. കിതാബ് വലങ്കയിൽ നൽകപ്പെടുന്ന കൂട്ടത്തിൽ അള്ളാഹു തആല അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അദ്ദേഹത്തിനും മക്കൾക്കും കുടുംബത്തിനും എല്ലാം അള്ളാഹു തആല ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. اللهم 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 اغفر له بحق القرآن. اللهم ارحمه بفضل القرآن. اللهم زد شرفه بشرف القرآن. اللهم وسع قبره ببركة القرآن. اللهم وسع قبره ببركة القرآن. اللهم اجعل القرآن شفيعا له عندك يا أرحم الراحمين. اللهم بارك على أهله وعياله وأقاربه وأحبابه يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وآله وصحبه أجمعين. الحمد لله. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അള്ളാഹു നമ്മുടെ ഈ സംരംഭം അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മളിന്നിവിടെ അനുസ്മരിക്കുന്ന പ്രിയങ്കരനായ പന്ന്യങ്കാട്ട് ഹാജിയാരെയും നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹപൂരിതമായ സ്വർഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അള്ളാഹു ഒരുമിച്ച് കൊണ്ടുതരുമാറാകട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിൽ ബഹുമാനപ്പെട്ട പന്ന്യങ്കാട്ട് ഹാജിയാരെ വിപുലമായ തോതിൽ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ അനുസ്മരിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം അതിന് പറ്റിയിട്ടുള്ള ഒരു സാഹചര്യമല്ലല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഏതായിരുന്നാലും പറ്റാവുന്ന രൂപത്തിൽ ഈ വർഷവും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആണ്ടോർമ്മകൾ പുതുക്കുകയാണ്. വലിയൊരു പണ്ഡിതനൊന്നുമല്ലെങ്കിലും ശുദ്ധമായ ജീവിതത്തിലൂടെ ജീവിതം വരച്ച് കാണിച്ചു തന്നിട്ടുള്ള ഒരു മഹൽ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം. മനുഷ്യന് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത് വിനയം എന്നുള്ള സ്വഭാവമാണ്. വിനയമെന്നാൽ എല്ലാവരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ആദരിക്കേണ്ടതിനെയും ബഹുമാനിക്കേണ്ടതിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവം. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പ്രശസ്തരെന്നോ അപ്രശസ്തരെന്നോ
സമൂഹത്തിൻ്റെ മേൽത്തട്ടിലുള്ളവരോ താഴെത്തട്ടിലുള്ളവരോ എന്നുള്ള വിവേചനമില്ലാതെ മറ്റുള്ളവരെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാനും പരിഗണിക്കാനുമുള്ള സ്വഭാവം. അത് പലപ്പോഴും പലരിലും കാണാത്ത ഒരു നല്ല സ്വഭാവമാണ്. എന്നാൽ ഈ പന്ന്യങ്കാട്ട് ഹാജിയാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിനയാന്യതനായി എത്ര ചെറിയ ആളുകളോടായിരുന്നാലും സംസാരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുന്ന വലിയ ഉത്തമമായ ഒരു സ്വഭാവം അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. തൻ്റെ മക്കളെ വലിയ പണ്ഡിതന്മാരാക്കാനും ദീനിന് സേവനം ചെയ്യുന്നവരാക്കാനുമുള്ള വലിയൊരു സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് അള്ളാഹു നൽകുന്നൊരു തൗഫീഖാണ്. വലിയ വലിയ പണ്ഡിതന്മാരുടെ മക്കൾ പോലും ആ രംഗവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിയുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പണ്ഡിതന്മാരായിട്ടില്ലെങ്കിലും ദീനീയായ രംഗവുമായിട്ട് ബന്ധമുണ്ടാകുന്ന ഒരു സ്വഭാവം അതുപോലും ഇല്ലാത്ത ആളുകളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട പന്ന്യങ്ങാട് ഹാജിയാരെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ സേവകരായിട്ടുള്ള സജീവ പ്രവർത്തകരായിട്ടുള്ള ആലിമീങ്ങളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. വലിയൊരു ഫضലാണ്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദറജ അല്ലാഹുവെ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിന് ഖബറിൽ പൂർണ്ണമായ വിശാലതയും റാഹത്തും സന്തോഷവും നീ നൽകണേ റഹ്മാനെ. അവരെ ഞങ്ങളെയൊക്കെയും നാളെ എൻ്റെ സ്വർഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ. പന്ന്യങ്ങാട്ട് അഹമ്മദ് കുട്ടി ഹാജി ചെറുപ്പത്തിലേ കാണുന്ന ഒരു മനുഷ്യൻ. അങ്ങ് തറവാട്ടിലും അതുപോലെ ബാദിൻ്റെയും നല്ല എന്ത് പരിപാടിയുണ്ടോ അതിലൊക്കെ മുൻപന്തി കാണുന്ന വെള്ളത്താടിയും തലേക്കെട്ടും സുമുഖനായൊരു ആണ്. തറവാട്ടിലെ അമ്മമാരുമായിട്ട് വളരെയേറെ ബന്ധമാണ്. എന്ത് പരിപാടിക്കും വരും. അപ്പോൾ അദ്ദേഹം നാട്ടിൽ എല്ലാമാണ്. പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും ആലിമീങ്ങളുടെയും മുതാലിമീങ്ങളുടെയും ഇതര സമുദായങ്ങളുടെയും ഒക്കെ ഒരു അത്താണിയായിരുന്നു അഹമ്മദ് കുട്ടി ഹാജി. ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അബ്ദുൽ ഖാദർ മദനി ഞങ്ങൾ ഹൈസ്കൂൾ ജീവിതം ഒന്നിച്ചാണ് പൂനൂർ ഹൈസ്കൂളിൽ SLC പൂർത്തിയാക്കിയത്. അപ്പോൾ അദ്ദേഹവുമായി ഇതുപോലെ പ്രാസ്ഥാനിക ബന്ധങ്ങൾ തുടരുന്നത് നമ്മുടെ സ്ഥാപനം മുജമ്മ സഖാഫത്തുൽ ഇസ്ലാമിയ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് വരുമ്പോഴാണ്. അതുവരെ ഇങ്ങനെ കാണും, ഇതുമായിരിക്കാൻ പറയും, ഇതാക്കും, ചിരിക്കും, ബന്ധപ്പെടും എന്നല്ലാതെ ആര് എങ്ങനെയാണ് എന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞൂടാ. പിന്നെ ഖാദറുൽ വാപ്പയാണ്, അവരത്തുള്ളതാണ് എന്ന് ആര്യാർക്കും അറിയാം എന്നുള്ളതല്ലാതെ
ബാക്കി കൂടുതൽ ബന്ധപ്പെടുന്നതും അടുക്കുന്നതുമൊക്കെ മുജമ്മയിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു വന്നപ്പോഴാണ്. അപ്പോൾ മുജമ്മയിൻ്റെ വാർഷിക സമ്മേളനങ്ങളായാലും CM വലില്ലാഹിൻ്റെ ആണ്ട് പരിപാടിയാണെങ്കിലും ദിക്ർ ഹൽക്കയാണെങ്കിലും വാദ പരമ്പരയാണെങ്കിലും എല്ലാത്തിലും ബഹുമാനപ്പെട്ടവരെ ഒരു നിറ സാന്നിധ്യമാണ്. സ്റ്റേജിൽ ഒക്കെ അദ്ദേഹം ഇല്ലാത്തൊരു പരിപാടി പരിസര മഹല്ലുകളിലോ പൊന്നങ്ങാട് കത്തറമൽ മഹല്ലിലോ ഒന്നും ഉണ്ടാവും. ജനങ്ങളുമായി അത്രയേറെ സൗഹൃദമാണ്. ഏതൊരു വലിയ മനുഷ്യനെയും ചെറിയ മനുഷ്യനെയും സാധാരണക്കാരനെയും കണ്ടാൽ വളരെ വിനയപുരവസരം കൈപിടിച്ച് മുസാഫത്ത് ചെയ്ത് സലാം പറഞ്ഞു കുശലാന്വേഷണങ്ങൾ നടത്തി ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുക. കുട്ടികളെ അതുപോലെ മുതലിമീങ്ങളെ പാവപ്പെട്ടവരൊക്കെ കാണുമ്പോൾ അരപ്പട്ടാണ്, ഒന്ന് പച്ച അരപ്പട്ടാണ്, അതുപോലെ ഈശയിലൊക്കെ ഉണ്ടാവും പൈസ, അതൊക്കെ എടുത്തു കൊടുക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. മുജമ്മേൻ്റെ നമ്മുടെ പള്ളിയിൽ ദിക്റുകൾക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നണി പോരാളിയായി എന്ന് പറഞ്ഞാൽ മുന്നില സഫ് തന്നെ ആദ്യന്ത അവസാനം വരെ പങ്കെടുത്ത് അത് വൻ വിജയമാക്കുന്നതിൽ അദ്ദേഹം എല്ലാ കാലത്തും ആരോഗ്യമുള്ള കാലത്തോളം മുൻപന്തിയിൽ വന്നിട്ടുണ്ട്. ഹജ്ജിന് പോകുമ്പോൾ പോയി യാത്ര പറയാവുന്ന അവസരത്തിലൊക്കെ പിന്നെ രോഗബാധിതനാണ്. എന്നാലും പോയി ദുആ ചെയ്യാൻ പറഞ്ഞു, ദുആ ചെയ്തു. ഞങ്ങൾ ഹജ്ജിന് പോയി 2008 ഹജ്ജ് കഴിഞ്ഞിട്ടാണോ ഹജ്ജിൻ്റെ മുമ്പാണോ എന്നറിഞ്ഞൂടെ. ഏതായാലും താജുലുലമ ഉപ്പാപ്പ ഒരു ദിവസം ളുഹുറിന് ഹറമിലേക്ക് പോകുമ്പോൾ അവർ താമസിക്കുന്ന കെട്ടിടത്തിൽ റൂമിൽ ചെന്ന് അവിടെ നിന്ന് പറഞ്ഞു, നമ്മുടെ കാതുമല്ലിയാരെ വാപ്പം മരിച്ചിട്ടുണ്ട്, നമുക്ക് മയ്യത്ത് നിസ്കരിക്കണം. അങ്ങനെ അവിടെ നിന്നാണ് ഹറമെന്നാണ് ഉള്ളാളുപ്പാപ്പൻ്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട ഹാജി സാഹിബിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചത്. ആ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വലിയ ഭാഗ്യവാനാണ്. അദ്ദേഹം സുന്നത്തി ജമാഅത്തിന് വേണ്ടി ദീനിന് വേണ്ടി ജീവിച്ചു. ആ ദീനിന് വേണ്ടി ജീവിച്ചതുപോലെ തന്നെ എല്ലാ ആലിമീങ്ങളും സയ്യിദന്മാരും മറ്റ് സ്വാലിഹ്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, നിസ്കരിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന് യാസീനും ഫാത്തിഹായും അതുപോലെ തന്നെ ദുആയും കൊണ്ടിരിക്കുക. ഇപ്രാവശ്യത്തെ ഉറൂസ് ഈ വളരെ പ്രയാസമുള്ള കാലഘട്ടമായിട്ടും മക്കൾ അതിൻ്റെ യഥാവിധി കൊണ്ടാടുന്നുണ്ട്. രാത്രി ദിക്ർ ഹൽക്ക ഉണ്ടാകും, വീടുകളിൽ മൗലിദ് പാരായണം ഉണ്ടാകും. അതിലെല്ലാം സാധാരണ നമ്മൾ പങ്കെടുക്കാറും പുണ്യം നേടാറുമുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു യാസീനോദി ഹദിയ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഖബർ ഗീതം അല്ലാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. അവരെയും നമ്മെയൊക്കെ അല്ലാഹു അവൻ്റെ ജന്നാത്തിൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ മക്കളാണ്. വലിയൊരു പണക്കാരനല്ല, എങ്കിലും പണക്കാരേക്കാളും ഒക്കെ വലിയ നിയമത്ത് കിട്ടിയ മനുഷ്യനാണ് അദ്ദേഹം. മക്കളൊക്കെ ഇൽമിൻ്റെ അഹ്ലിയാരാണ്, പേരമക്കളും ഇൽമിൻ്റെ അഹ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ഒക്കെ ഇൽമുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു നിയമത്താണ്, വലിയൊരു ഫضലാണ് അദ്ദേഹത്തിന് അല്ലാഹു ചെയ്തു കൊടുത്തത്. അവരുടെയൊക്കെ
ബന്ധവും ദ്വായും അവരുടെയൊക്കെ തണലും കിട്ടുന്ന കൂട്ടത്തിൽ അവരെയും നമ്മെ അള്ളാഹു കൊടുത്തി തെരുമാറാകട്ടെ എന്ന് മാത്രം ചെയ്ത് മക്കൾക്ക് എല്ലാ ഹൈറും ബർക്കത്തും ആ കുടുംബത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ ഉമ്മയമ്മയും മരിച്ചുപോയി. കുടുംബത്തിൽ ഒരുപാട് പേര് മരിച്ച വർഷങ്ങളാണിത്. മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമാണിത്. ഈ രോഗത്തെ തൊട്ട് നമ്മെയും നമ്മുടെ അഹിലുകാരെയും നാട്ടുകാരെയൊക്കെ അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹമ്മദ് കുട്ടി ഹാജിയുടെ 12ാമത്തെ ഉറൂസാണ് നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറയുകയാണെങ്കിൽ വളരെ ഉണ്ട് പറയുവാൻ. ബഹുമാനപ്പെട്ടവർ ഏത് കുട്ടികളെ കണ്ടാലും വലിയവരെ കണ്ടാലും വളരെ താഴ്മയുള്ള മനസ്സോടുകൂടിയുള്ള പ്രവർത്തനവും സംസാരങ്ങളും ജീവിതങ്ങളുമായിരുന്നു. ഇബാദത്തിലാണെങ്കിൽ തന്നെയും അത്രയും വളരെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ഇബാദത്തുകളും ചെയ്യുന്നൊരു മഹാവ്യക്തിയായിരുന്നു. മഹാനവറുടെ ചരിത്രം പറയാൻ കുറേ ഉണ്ട്. ഏതായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഏത് മക്കളെ കണ്ടാലും കുഞ്ഞാമോനെ എന്നുള്ള സംസാരങ്ങൾ തന്നെ. മോൻ ദ്വായർക്കണം കേട്ടോ, നല്ല ദ്വായർക്കണം കേട്ടോ, ഈമാൻ കിട്ടി മരിക്കാൻ ദ്വായർക്കണം കേട്ടോ, ഇത് തന്നെ ആയിരുന്നു ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയാറ്. അത്രയും ആ താഴ്മയുള്ള വ്യക്തിയായിരുന്നു മഹാനവറുകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ മുജമ്മൽ സഖാഫത്തി സുന്നിയ അറബി കോളേജിൻ്റെ സ്ഥാപിതത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവരും എൻ്റെ ഉപ്പയും നല്ല ആത്മാർത്ഥമായ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരും എൻ്റെ ഉപ്പയും അതുപോലെ തന്നെ അബൂബക്കർ കുട്ടി മുസ്ലിയാറുമെല്ലാം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് ആ സ്ഥാപനം അവിടെ വളർത്തുന്നതിൽ കഠിനാധ്വാനം ചെയ്തവരായിരുന്നു ഇവരൊക്കെയും. എൻ്റെ ഉപ്പയാണെങ്കിലും 12ാമത്തെ ഉറൂസാണ്, അതായത് അറഫാ ദിവസം രാവിലെ സുബൈക്കായിരുന്നു എൻ്റെ ഉപ്പ മരണപ്പെട്ടത്. അതിൻ്റെ തലേ ദിവസമാണ് അഹമ്മദ് കുട്ടി ഹാജി മരണപ്പെട്ടത്. ഇവർക്കൊക്കെ വേണ്ടി നമ്മളെല്ലാവരും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി അവർ ബർസഖിയായ ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ ആ ബർസഖി ജീവിതവും അള്ളാഹു സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ദറജനെ അള്ളാഹു തആല ഇനിയും അള്ളാഹു തആല ഉയർത്തുമാറാവട്ടെ. അതോടൊപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസിനെ അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർ എന്തൊക്കെ ചെയ്ത അമലുകളെല്ലാം അവർക്ക് നാളെ ഭാരതത്തിലെ ലോകത്തേക്ക് അള്ളാഹു അതൊരു മുതൽക്കൂട്ടാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇത്തരം പരിപാടികൾ നമ്മൾ വെച്ച് അവരുടെ വർഷത്തിൽ അവരുടെ ആ മരണ ദിവസം നമ്മൾ അവർക്ക് സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടി നമ്മൾക്കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇനി നമ്മൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഫാത്തിഹയും യാസീനുമെല്ലാം മൂടി അവർക്ക് അദിയാ ചെയ്യണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവരുടെ ഭാരതത്തിലെ ലോകത്ത് അവർ മുതൽക്കൂട്ടായി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉപ്പാൻ്റെയും അഹമ്മദ് കുട്ടി ഹാജിയുടെയും അതുപോലെ തന്നെ അബൂബക്കർ കുട്ടി മുസ്ലിയാർ ഇവർക്കൊക്കെ അല്ലാഹു തആല അവരുടെ ബർസഖി ജീവിതം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ രൂപത്തിലുള്ള അനുസ്മരണ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു ഒരു സാലിഹായ അമലാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്.
പ്രിയമുള്ള സഹോദരന്മാർ, നമ്മുടെ അഹമ്മദ് കുട്ടി ഹാജി ഖാദർ മുസ്ലിയാരുടെയും അബ്ദു മുസ്ലിയാരുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയും പിതാവാണ്. ഖത്തറിൽ ദീനീ പ്രവർത്തനത്തിൽ വളരെ മുൻപന്തിയിലുള്ള മഹാനാണ് അഹമ്മദ് കുട്ടി ഹാജി. ആ ഭാഗത്ത് ദീനീയായ വയൽ നടക്കുമ്പോഴൊക്കെ ആ വയലിൻ്റെ ആദ്യന്തം പങ്കെടുത്ത് ആ വയലിന് ആവശ്യമായ സഹായങ്ങൾ, സംഭാവനകൾ നൽകി നേരത്തെ തന്നെ ആ പ്രദേശത്തുള്ള ദീനീയായ സ്ഥാപനങ്ങളിലൊക്കെ വലിയ സാന്നിധ്യവും സഹായവും നൽകുന്ന ഒരു മഹാൻ. ആലിമീങ്ങളോടും സാലിഹ്യങ്ങളോടുമൊക്കെ വലിയ സ്നേഹവും താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഉഹ്റവിയായ പണ്ഡിതന്മാരെന്ന് പറയുന്നത് പോലെ ഒരു ഉഹ്റവിയായ ഉമറായിൽപ്പെട്ട ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സൽപ്രവർത്തനങ്ങൾക്ക് ഫലമായി അദ്ദേഹത്തിൻ്റെ മക്കളും ദീനീയായ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നവരാണ്. ആലുവയിൽ മജ്മഅ് മമ്പഴ് എന്ന പേരിൽ ഒരു വലിയ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നടത്തുന്നുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയതാണെങ്കിലും ഇന്നത് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം മുത്തഅല്ലിമീങ്ങളും ഹാഫിദീങ്ങളും മറ്റ് വിദ്യാർത്ഥികളും ആ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ട് നിരവധി സഖാഫികൾ അദ്ദേഹം ആ സ്ഥാപനത്തിലൂടെ വാർത്തെടുത്തു. അതേപോലെ ഖത്തറിൽ ഉസ്താനാബാദും ഖാദർ മുസ്ലിയാരുടെ അനുജൻ അബ്ദു മുസ്ലിയാർ ഒരു വലിയ സ്ഥാപനം തുടങ്ങി ഒരുപാട് ദൈവ വിദ്യാർത്ഥികളെ മർക്കസ് കാടൻ്റെ കെയർ ഓഫിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വാപ്പൻ്റെ സലാഹിയത്ത്, ആ വാപ്പൻ്റെ നന്മ, അതിൻ്റെ കാരണമായ മക്കൾക്ക് ദീനീയായ പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയതിൻ്റെ ഉദാഹരണമാണ്. ആ കുടുംബം ദീനീയായ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ അബൂബക്കർ ടി മുസ്ലിയാർ ഒരു MFP, ഒരു പണ്ഡിതനായി. ആ കുടുംബത്തിൽ പലരും എനിക്ക് പരിചയമുണ്ട്. എൻ്റെ കൂടെ AP ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച അബ്ദുൽ ഖാദർ മുസ്ലിയാർ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ പരലോകം അല്ലാഹു തആല സന്തോഷകരമായി കൊടുക്കുമാറാവും. അങ്ങനെ പലരും ആ കുടുംബത്തിൽ ദീനിയായ പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ. അദ്ദേഹത്തിൻ്റെ പുതിയാപ്പിള EK ഹുസൈൻ മുസ്ലിയാർ ഒരു ദീനിയായ പണ്ഡിതനാണ്. ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയൊക്കെ മജ്‌ലിസിന് നേതൃത്വം നൽകുന്ന വ്യക്തി. ചുരുക്കത്തിൽ വലിയ ദീനീയായ ബന്ധമുള്ളൊരു കുടുംബമാണ് അഹമ്മദ് ഹാജിൻ്റെ കുടുംബം എന്ന് ഞാൻ ഓർമ്മപ്പെടും. അദ്ദേഹം ഈ റബീഉൽ ദുൽഹജ്ജ് മാസം 8-ാം തീയതി 8-ാം അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് ഞാൻ ഓർക്കുന്നത്. നാം ഈ സന്ദർഭത്തിൽ അവർ വളരെ വിപുലമായി പരിപാടി നടത്തിക്കൊണ്ട് വരാറുണ്ട്. പലപ്പോഴും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ പങ്കെടുക്കാൻ സാധ്യമല്ലല്ലോ, വലിയ പരിപാടി നടത്താൻ. അതുകൊണ്ട് ഓൺലൈൻ മുഖേന അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുകയാണ്.
ഈ സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുകയും അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കിബറുമില്ലാത്ത, ഒരു ആർഭാടവുമില്ലാത്ത ലളിതമായ ജീവിതത്തിൻ്റെ ഉടമ, അതേസമയത്ത് മുത്താലിമീങ്ങളോടും ആലിമീങ്ങളോടുമുള്ള വലിയ സ്നേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ജീവിതം നമ്മൾ മനസ്സിലാക്കി ആർഭാടം കുറഞ്ഞ, വലിയ അഹങ്കാരവും ധിക്കാരവും ഒന്നുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ പോലെ ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലാഹുവിൻ്റെ ദാസന്മാർ വളരെ വിനയത്തോടെ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായിയുടെ ചരിത്രങ്ങളൊക്കെ നമുക്കത് വ്യക്തമായി പൂർണ്ണമായി തന്നെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ജീവിതം നമ്മൾ നയിച്ച് ആർഭാടമില്ലാത്ത, വലിയ അഹങ്കാരമില്ലാത്ത, അതേപോലെ ജാടയും ആ തോന്നിവാസങ്ങളും ഒന്നും ഇല്ലാത്ത ലളിതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. മക്കളും അൽഹംദുലില്ലാ അങ്ങനെ തന്നെയാണുള്ളത്. ആ ജീവിതം നമ്മൾ കണ്ട് മനസ്സിലാക്കി അത്തരം സ്വാലിഹീങ്ങളെ നമ്മൾ പിൻപറ്റണം. അതാണ് ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു ബിഹുദാഹു മുഖ്തദി എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുക. നല്ല ആളുകളുടെ മാർഗം സ്വീകരിക്കും, മോശപ്പെട്ട ആളുകളുടെ മാർഗത്തിലേക്ക് കടക്കാതിരിക്കും. ഇന്ന് ലോകം അക്രമത്തിൻ്റെയും അനീതിയുടെയും അഴിമതിയുടെയും, എന്തിനേറെ കണ്ടവൻ്റെ പണം മുഴുവൻ തട്ടിയെടുത്ത് പല രീതിയിലും ചൂഷണങ്ങൾ നടത്തി ലോകം വളരെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തൻ്റെ സഹോദരനെ കോടികൾ മുക്കി പറ്റിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പേരിൽ എത്രയോ ആൾ മരിച്ചു എന്ന് പോലും പത്രത്തിൽ നമ്മൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെ സഹോദരന്മാരുടെ, പരിചയക്കാരുടെ, ബന്ധപ്പെട്ടവരുടെ ഭീമമായ തുക തട്ടിയെടുത്ത് മുങ്ങി നടക്കുകയാണ് ഇന്ന് പലരും. അതൊക്കെ ഇസ്ലാമിക ദൃഷ്ട്യാ വളരെ മോശമായ, തെറ്റായ പാപമാണെന്ന് മാത്രമേ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അന്യവൻ്റെ പൈസ ഒരു നയാ പൈസയായിരുന്നാൽ പോലും അത് നമ്മിൽ വന്നു ചേരാൻ പാടില്ല. അതാണ് ഇസ്ലാം നൽകുന്ന പാഠം. പക്ഷേ ഇന്ന് കോടികൾ പോയി മുങ്ങിപ്പോയി, അല്ലെങ്കിൽ കോടികൾ തട്ടിയെടുത്തു, അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന കേൾവിയാണ്, വാർത്തയാണ് പത്രം മറച്ചു നോക്കുമ്പോൾ സാധാരണയായി കാണുന്നത്. അത്തരം ആളുകൾക്കൊക്കെ നമ്മുടെ ബഹുമാന്യനായ അഹ്മദ് കുട്ടിയാജിയുടെ ജീവിതം ഒരു പാഠമാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും കുടുംബത്തിനെയും സ്വർഗത്തിൽ അള്ളാഹു നമ്മളോട് കൂടെ ഒരുമിച്ചൂട്ടി കൊടുക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടി തരുമാറാവട്ടെ. ചെയ്തുപോയ പാപങ്ങൾ ഈ മാസത്തിൻ്റെ മഹത്വം കാരണമായി, ഈ 10 ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്ത് അവൻ്റെ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിരുമാറാവട്ടെ. ഹജ്ജിന് പോകാൻ കഴിയാതെ വളരെ വിഷമിച്ചെടുക്കുന്ന സമയമാണ്. ഇനി ഭാവിയിലെങ്കിലും ഹജ്ജിന് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ കാരണമാകുന്ന സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് ദുൽഹിജ്ജ.
പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ദുൽഹിജ്ജയുടെ ഈ പാവനമായ നാളുകളിൽ നമ്മുടെ ബുസ്താനാബാദിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജി സാഹിബ് പന്ന്യങ്ങാട്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ 12ാമത്തെ അനുസ്മരണം ആണ് ഇപ്പോൾ നടക്കുന്നത്. അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട മഹാന്മാരിലൂടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിർത്തുന്നത്. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങളിലൂടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിൽ പണ്ഡിതന്മാർ സാദാത്തുക്കൾ കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും ആദരിക്കുകയും ഒത്താശകൾ നൽകുകയും അള്ളാഹുവിൻ്റെ ദീൻ വളരാൻ ആവശ്യമായ പശ്ചാത്തലങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന വലിയൊരു റോളാണ് നമ്മുടെ നാട്ടിലെ കാരണവന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ദീനീയായ കാര്യങ്ങൾ അനുസ്മരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. പ്രത്യേകിച്ച് എളേറ്റിൽ വട്ടോളി, കത്തറമ്മൽ, ആവിലോറ, ഉരുളിക്കുന്ന്, ഒയലക്കുന്ന്, പന്നൂര്, നെടിയനാട്, നെരിക്കുനി, മടവൂര്, ഇയ്യാട്, പൂനൂര്, കാന്തപുരം തുടങ്ങിയ വിശാലമായ ആ നാടുകളിൽ ഏത് പരിഷ്കരിച്ച കാലഘട്ടത്തിലും പഴമയുടെ ഒരുമയും പരമ്പരാഗതമായ നിലപാടുകളോടുള്ള ആഭിമുഖ്യവും ഇപ്പോഴും നിലനിൽക്കുന്നത് കാണാം. അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാഴ്ചയാണ്. പള്ളി ദർസുകളും ദഅവാ കോളേജുകളും മദ്രസകളും സെക്കൻഡറി മദ്രസകളും അങ്ങനെ അള്ളാഹുവിൻ്റെ ദീൻ തലമുറകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പല ആവിഷ്കാരങ്ങളും ഈ പ്രദേശങ്ങളിൽ കത്തറമ്മൽ ഉൾപ്പെടുന്ന ആ ബെൽറ്റിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇതെല്ലാം കാണുമ്പോൾ പുതിയ തലമുറയിലെ യുവാക്കളും ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് ഉണ്ടായതല്ല. ഇതിൻ്റെ പിന്നിൽ വലിയ അധ്വാനം ഉണ്ട്, കഠിനാധ്വാനം ഉണ്ട്. സാമ്പത്തികമായി വളരെ കഷ്ടപ്പാട് ഉണ്ടായിരുന്ന കാലം, ഗതാഗത സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത കാലം, ഗൾഫുകൾ, വ്യവസായങ്ങൾ അതൊന്നും തീരെ ഇല്ലാത്ത സന്ദർഭങ്ങൾ. ആ ഘട്ടത്തിൽ അവേലത്ത് സയ്യിദുമാർ, കാരക്കാട്ടിൽ സയ്യിദുമാർ, മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ നേതൃത്വത്തിൽ നടന്ന വയലുകളും ഇർഷാദാത്തുകളും തെർബിയത്തുകളും അതെല്ലാം വിജയിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കിയത് നമ്മളെ അഹമ്മദ് കുട്ടി ഹാജിയെ പോലെയുള്ള ആളുകളാണ്. അബ്ദുൽ ഖാദർ മദനി ഉസ്താദിൻ്റെ, അബ്ദു മുസ്ലിയാരുടെ, അവരുടെയൊക്കെ പിതാവായ അഹമ്മദ് കുട്ടി ഹാജി സൽ സ്വഭാവത്തിൻ്റെ നിറകുടമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഖബർ നല്ല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കുടുംബവും ജ്യേഷ്ഠന്മാരും അനുജന്മാരും അവരുൾക്കൊള്ളുന്ന ഒരു വലിയ ടീം, ആ ടീം ഒറ്റക്കെട്ടായി ഉലമാഇനെ ബഹുമാനിക്കുന്നതിൽ വളരെ മുൻപന്തിയിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഖത്തറമ്മൽ ദർസ് എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന, ധാരാളം മുതഅല്ലിമീങ്ങൾ താമസിച്ച് പഠിക്കുന്ന ഒരു ദർസ്. വലിയ ഉസ്താദുമാർ ദർസ് നടത്തിയ ആ കാലഘട്ടങ്ങളിൽ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ
ഏതെല്ലാം കുട്ടികൾ, എത്രയെല്ലാം കുട്ടികളുണ്ടോ അവരെ എല്ലാം ഏറ്റെടുക്കാൻ വീടുകളിൽ കയറി ഇറങ്ങി ആ കുട്ടികൾക്ക് ചെലവ് ഒപ്പിച്ച് എടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഉമറാക്കളുടെ പട്ടികയിൽ അഹമ്മദ് കുട്ടി ഹാജിയെ കാണാം. 1989 സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടായപ്പോൾ മടവൂര് ഷെയ്ഖുന അവറുകളുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ച ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെയും അവേലത്ത് സാദാത്തുക്കളുടെയും പിന്നിൽ അടിയുറച്ച് നിന്ന് ഞങ്ങൾ ഔലിയാക്കളുടെയും മഹാന്മാരുടെയും കൂടെയാണ്, തെറി പറയാനോ ഗീബത്ത് പറയാനോ ഞങ്ങളില്ല എന്ന് ഉറക്കെ പറയുകയും വലിയ എതിർപ്പുകൾ തരണം ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ വഴിയിൽ ധീരമായി ഉറച്ചു നിൽക്കുകയും പ്രവർത്തിക്കുകയും ബുസ്താനാബാദിൽ ഒരു വലിയ സ്ഥാപനം മുജമ്മ രൂപപ്പെടുത്താൻ സ്വന്തം മക്കൾക്ക് ശക്തിയും പ്രചോദനവും നൽകുകയും ചെയ്ത അഹമ്മദ് കുട്ടി ഹാജിയെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുകയില്ല. അവരുടെ ആ അധ്വാനം കൊണ്ടാണ് ആ സ്ഥാപനങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മുടെ സംഘടനയും പ്രസ്ഥാനവും ഒന്നും ആ മണ്ണിൽ ഉണ്ടാകുമായിരുന്നില്ല. പല സ്ഥലങ്ങളിലും രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം കൊണ്ട് മതരംഗത്തുള്ള ആലിമീങ്ങൾ അവർക്ക് പിന്നിൽ നിന്ന് ശക്തി പകരാൻ ആളുകൾ കുറവായതുകൊണ്ട് എത്രയോ ഗ്രാമങ്ങളിൽ പ്രസ്ഥാനത്തിന് മങ്ങൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഖത്തറമ്മൽ ഏരിയയിൽ തിരിച്ചാണ് സംഭവം. അവിടെ ഏതെല്ലാം എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഉമറാക്കളിൽപ്പെട്ട കാരണവന്മാരിൽപ്പെട്ട റാത്തീബുകൾ, സ്വലാത്തുകൾ, നേർച്ചകൾ, ആലിമീങ്ങളുടെ ഓർമ്മകൾ നിലനിർത്തുന്ന വിവിധ പരിപാടികൾ എല്ലാം സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ ഉള്ള ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജി തൻ്റെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും നിരന്തരം സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിലേക്ക് വിളിക്കുകയും ക്ഷണിക്കുകയും പരിസരത്ത് എവിടെ പരിപാടി ഉണ്ടെങ്കിലും പരമാവധി ആളുകളെ സംഘടിപ്പിച്ച് ആ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്ത ആ ഒരു നല്ല മാതൃക വല്ലാത്ത മാറ്റമാണ് ആ മണ്ണിലുണ്ടാക്കിയത്. വെളിയേറ്റിൽ വട്ടോളിയിൽ ബിദഅത്തിൻ്റെ ആശയക്കാർ പ്രഭാഷണം സംഘടിപ്പിച്ച് ഉലമാവിനെ ചീത്ത പറഞ്ഞ സന്ദർഭം, അപ്പോഴെല്ലാം ഖത്തറമ്മൽ പ്രദേശങ്ങളിൽ നിന്ന് ഒരു ടീമായി വന്ന് നമ്മുടെ ഉലമാവിന് ശക്തി പകരുകയും സദസ്സ് അലങ്കരിക്കുകയും ചെയ്തു കൊടുത്ത് 50 കൊല്ലം മുൻപ് വല്ലാത്ത ത്യാഗം സഹിച്ച അഹമ്മദ് കുട്ടി ഹാജിയും കൂട്ടുകാരും ഇപ്പോൾ നമുക്ക് അവരെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ഒരു സൗകര്യമില്ലാത്ത ആ കാലത്ത് അവരെങ്ങനെ ഇതെല്ലാം ഒപ്പിച്ചെടുത്തു എന്ന് നമ്മൾ ആലോചിച്ചു പോകും. എൻ്റെ വന്യപിതാവ് സി അബ്ദുറഹ്മാൻ മുസ്ലിയാരും, അണ്ടോണ അബ്ദുള്ള മുസ്ലിയാരും, പോക്കരട്ടി മുസ്ലിയാരും, പൂനൂർ കുഞ്ഞിബ്രാഹിം മുസ്ലിയാരും, അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ അഹദൽ തങ്ങൾ, കാരക്കാട്ടിൽ സാദാത്തുക്കൾ, ഈ മഹാന്മാരെല്ലാവരും കൂടി ചേർന്ന് ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച ആ കാലഘട്ടത്തിൽ, അതിനുശേഷം വാടിക്കൽ, പരപ്പമ്പയിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പരിപാടികളിൽ നേതാക്കൾക്ക് നേരെ കല്ലേറുണ്ടായ സമയങ്ങളിൽ അവിടെയെല്ലാം സദസ്സിൻ്റെ മുൻപന്തിയിൽ വന്ന് ഉസ്താദുമാർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയും ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും പിന്തിരികയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത അന്നത്തെ ചെറുപ്പക്കാർക്ക് വളരെ ആവേശം നൽകി നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഹാജി, നാം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. 12 കൊല്ലം കഴിഞ്ഞു നമ്മോട് വിട പറഞ്ഞിട്ട്. ഖബറിൽ നല്ല റാഹത്തുണ്ടാകാൻ വേണ്ടി ദ്വാർക്കണം. അൽ ഖബറു ഇമ്മാ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തുൻ മിൻ ഹുഫരിൻ നീറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഖബർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് സ്വർഗമാണ്, അല്ലെങ്കിൽ അത് നരകമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഖബർ സ്വർഗമായി അല്ലാഹു തആല അനുഭവത്തിൽ എത്തിച്ചു കൊടുക്കും. ഈമാനില്ലാത്ത ആളുകൾക്ക് ഖബർ
നരകമാണ്. ഈ ഒരു വിഷയം നമ്മൾ ഓർമ്മയിൽ വേണം. ഖബറിൽ കഴിയുന്ന സമയത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി മക്കൾ ധർമ്മം ചെയ്യുക, അവർ ഖുർആൻ ഓതുക, മറ്റുള്ളവരെ പങ്കെടുപ്പിച്ച് ദുആകൾ സംഘടിപ്പിക്കുക, അതെല്ലാം മുഅ്മിനീങ്ങളുടെ പതിവിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഹാജി സാഹിബിൻ്റെ മക്കൾ എല്ലാ കൊല്ലവും സംഘടിപ്പിക്കുന്ന ഈ പരിപാടി അറഫയുടെ ദിവസത്തിൽ, ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ, ആ ദിവസങ്ങളിലാണ് കാരക്കാട്ടിൽ തങ്ങളുടെയും മരണം അറഫൻ്റെ അന്നാണ്. ആ ദിവസങ്ങളിലെല്ലാം അനുസ്മരിക്കാൻ പറ്റിയ കുറേ ലീഡേഴ്സ്, നേതാക്കൾ, ഉമറാക്കൾ ആ പരിസരങ്ങളിൽ ഉണ്ട്. അവർക്കെല്ലാം വേണ്ടി ഒരു ഫാത്തിഹ ഓതാൻ നാം സമയം കണ്ടെത്തണം. ഇതുപോലൊരവസ്ഥ നമുക്ക് വരും. നമ്മൾ മരിച്ചാൽ ആരെങ്കിലും പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രാർത്ഥന ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കൾ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ വീഡിയോ തന്നെ മക്കളുടെ അഭ്യർത്ഥന പ്രകാരം ദുആഇന് വേണ്ടിയുള്ള ഏൽപ്പനയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും നമ്മുടെ മറ്റെല്ലാ നേതാക്കളും, അവയിലത്ത് ആറ്റത്തങ്ങളും, അവരെല്ലാവരും അവരുടെ സ്വന്തം കുടുംബത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ അഹമ്മദ് കുട്ടി ഹാജിയെയും മക്കളെയും ഇഷ്ടപ്പെടുകയാണ്. എറണാകുളത്ത് ചെന്നാൽ ആ ജില്ലയിലെ മുഴുവൻ മുഅ്മിനീങ്ങളും മുതഅല്ലിമീങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കൽത്തറ മദനി ഉസ്താദ്. അതുപോലെ മുജമ്മഅ് സ്ഥാപിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തുകയും ധാരാളം മുതഅല്ലിമീങ്ങളുടെ അഭയകേന്ദ്രമായി ആ സ്ഥാപനത്തെ രൂപപ്പെടുത്തുകയും ചെയ്ത അബ്ദുമുസ്ലിയാരും ദീനീ രംഗത്ത് തിളക്കമാർന്ന സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മക്കൾ ചെയ്യുന്ന ആ സേവനങ്ങളെല്ലാം പ്രിയപ്പെട്ട പിതാവിൻ്റെ പരലോക വിജയത്തിന് ഉപകരിക്കുന്ന അമലായി അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ബാപ്പക്ക് കൂലി കിട്ടും മക്കൾ പുണ്യം ചെയ്താൽ. കാരണം ആ മക്കൾക്ക് അതിന് പ്രചോദനം നൽകിയത് ആ മാതാവും പിതാവുമാണല്ലോ. അതുകൊണ്ട് നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ഖബറിൽ വലിയ ഗുണങ്ങൾ ലഭിക്കും. മുജമ്മയിലെ കുട്ടികൾ ഖുർആൻ ഓതുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, കിതാബ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂലി അഹമ്മദ് കുട്ടി ഹാജിക്ക് കിട്ടും. കാരണം എത്രയെത്ര ഉസ്താദുമാരെയും നേതാക്കളെയും ക്ഷണിക്കാൻ പോയി അവരെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്ത് അല്ലാഹു തആലാൻ്റെ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ആ പാതയിലൂടെ ജീവിക്കുന്ന ഉലമാവിനെ ആദരിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൂലിയിട്ടാനുണ്ടാവുക? അതുകൊണ്ട് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പരലോക ശാന്തിക്ക് വേണ്ടി നമ്മളൊക്കെ ദ്വാരക്കണം. അർഹമുർ-റാഹിമീനായ അള്ളാഹുവെ, അഹമ്മദ് കുട്ടി ഹാജിയുടെ പരലോകം നീ വിജയിപ്പിക്കണം അല്ലാ. ഖബറിൽ റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. എല്ലാ ഹസനാത്തുകൾക്കും വലിയ സവാബിന് നൽകണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഖിയാമത്ത് നാൾ വരെ സ്വലാഹിയത്തിൻ്റെ പരമ്പര നിലനിർത്തണേ അല്ലാ. തഖ്വയും ഈമാനും ഹിദായത്തും ഞങ്ങൾക്കും ആമീൻ പറയുന്ന എല്ലാവർക്കും, ഞങ്ങളെ വീട്ടിലെ കുടുംബിനികൾക്കും, അഹമ്മദ് കുട്ടി ഹാജിൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾക്കും, മക്കൾക്കും പേരമക്കൾക്കും എല്ലാവർക്കും ഹിദായത്തും ഈമാനും തഖ്വയും സലാമത്തും ഏറ്റിത്തരണം റഹ്മാനെ. ഈ നല്ല ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാ. താഊൻ എന്ന രോഗത്തിൽ നിന്ന്, കോവിഡ് വൈറസുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ലാ. പരിശുദ്ധമായ ഹജ്ജ് ഒക്കെ മുടങ്ങിക്കിടക്കുകയാണ്. അടുത്ത വർഷം കൂടുതൽ സജീവമായി ഹജ്ജ്, ഉംറ എല്ലാം നിർവഹിക്കാനും പുണ്യ സ്ഥലങ്ങളിലൊക്കെ പോകാനും ഞങ്ങൾക്കും ആഗ്രഹമുള്ളവർക്കും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാൻ. ഞങ്ങൾ അവസാനം നന്നാക്കി തരണേ അല്ലാ. അഹമ്മദ് കുട്ടി ഹാജിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവരെയും, ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാർ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. നിൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റത്തെ മഹബത്ത് വെക്കുന്ന
അഹമ്മദ് കുട്ടി ഹാജിക്ക് ആ മുത്തുനബിയുടെ ശഫായത്ത് നീ നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. ജഹന്നം എന്ന നരകത്തിൻ്റെ അദാബിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما برحمتك يا أرحم الراحمين. صلى الله على محمد وآله. السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഹിബ്ബീങ്ങളെ, മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, പന്ന്യങ്ങാട്ട് അഹമ്മദ് കുട്ടി ഹാജി നമുക്ക് മറക്കാനാകാത്ത വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. പാരമ്പര്യ പൈതൃകവും ആചാരവും വിശ്വാസവും സംസ്കാരവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു കാരണവരെ പോലെ ഒരു നാട്ടിൽ നിറഞ്ഞു നിന്ന ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവമായിരുന്നു ബഹുമാനപ്പെട്ട പന്ന്യങ്ങാട്ട് അഹമ്മദ് കുട്ടി ഹാജി സാഹിബ്. അദ്ദേഹത്തിൻ്റെ 12ാമത്തെ ആണ്ട് നടക്കുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ് ആ കുടുംബത്തോട്. ഒരു പിതാവിനെ സ്നേഹാദര സമേതം സ്മരിക്കുകയും അവരുടെ ത്യാഗോജ്വലമായ ജീവിതങ്ങൾ അയവിറക്കുകയും ആ പിതാവിൻ്റെ നല്ല നല്ല മാതൃകകൾ ജീവിതത്തിൽ പരമാവധി പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ദീർഘകാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് ഉന്നതമായ ഒരു സ്ഥാനം തന്നെയാണ് നാട്ടുകാർ മുഴുവനും കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. കേവലം ഒരു കാരണവർ എന്നതിൻ്റെ അപ്പുറം ജനമനസ്സുകളിൽ എക്കാലത്തും മറന്നുപോകാതെ ജീവിക്കാൻ പറ്റിയ ഒരു ഭാഗ്യവാനായ വ്യക്തിയായിരുന്നു ഹാജി സാഹിബ്. സുസ്മേര വദനനായി ചെറിയ കുട്ടികളോടും യുവാക്കളോടും സാധാരണക്കാരോടും പണ്ഡിതന്മാരോടും മുതിർന്ന പൗരന്മാരോടും എല്ലാവരോടും പെരുമാറുകയും സൗമ്യ പ്രകൃതക്കാരനായി ജീവിക്കുകയും ലളിത ജീവിതം നയിക്കുകയും ചെയ്ത മാന്യ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട പന്ന്യങ്ങാട്ട് ഹാജിയാർ. അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യവും ആ പാരമ്പര്യവും മക്കളിലും പേരമക്കളിലുമൊക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. വന്യവയോധികനായി ജീവിക്കുമ്പോഴും നല്ല ചടുലതയോടെ താല്പര്യത്തോടെ ദീനിയായ വിഷയങ്ങളിലൊക്കെ സജീവമായി അദ്ദേഹം ഇടപെടുമായിരുന്നു. വിനീതനായ ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്ത് മദാറു തസ്കിയ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോൾ, സേവനമനുഷ്ഠിച്ചപ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ ആ കാരണവർ ഞങ്ങളുടെ സമീപത്ത് എപ്പോഴും ഉണ്ടാകുമായിരുന്നു. കുട്ടികൾക്ക് ദർസ് ചൊല്ലിക്കൊടുക്കുന്നത് കേൾക്കുക എന്നതും സംശയ നിവാരണം വരുത്തുക എന്നതും പുണ്യം നേടുക എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ഹോബി കൂടിയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട വലിയ സമയം ഇൽമിൻ്റെ അഹ്ലുകാരുമായി ബന്ധപ്പെടാനും അവർക്ക് സേവന നിരതമാകാനും അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലെ സന്തോഷമായിരുന്നു. താലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും അവരെ സൽക്കരിക്കാനും സഹായ സഹകരണങ്ങൾ നൽകാനും എന്തും അതിനുവേണ്ടി ത്യജിക്കാനും അദ്ദേഹം തയ്യാറാകുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്
ബർസഖിയ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുമാറാകട്ടെ. ആ കുടുംബത്തിൻ്റെ സൽപ്പേര് വാനോളം ഉയരുന്നതിന് അള്ളാഹു അദ്ദേഹത്തിന് അവസരം നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് വലിയ ദറജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്വലാഹിയ്യത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു നിലനിർത്തി കൊടുക്കട്ടെ. നല്ല തികവുറ്റ ആലിമീങ്ങളെയും മുതാലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും ഒക്കെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അബ്ദു മുസ്ലിയാർ, അതുപോലെ മറ്റ് അദ്ദേഹത്തിൻ്റെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുദീർഘമായി ഞാൻ നിർത്തുന്നില്ല. മഹാന്മാരെ അനുസരിക്കൽ, അവരെ സംബന്ധിച്ച് പറയൽ ഒക്കെ ഒരു ഇബാദത്താണ്, ദോഷം പൊറപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മഹാൻ ആവുക എന്നത് അവർ വിശ്വാസികളാവുകയും മോമിനീങ്ങളാവുകയും അതോടൊപ്പം തന്നെ ഇഖ്ലാസും തഖ്വയും ഉണ്ടാകുക എന്നതാണ് ഒരു മഹാൻ ഉണ്ടാകേണ്ട ലക്ഷണം. ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞ് ഔലിയാക്കന്മാരെ വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാം, ഔലിയ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. പിന്നെ അവർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മളെ ആചാര്യയെ പറ്റി പറഞ്ഞാൽ, വാഴ്ചയെ പറ്റി പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈമാൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഈമാൻ അധികരിക്കുമായിരുന്നു. ഇത് ഒരു ഔലിയായിൻ്റെ ലക്ഷണമാണ്, ഒരു വലിയൻ്റെ ലക്ഷണം. നമ്മൾ അവരെ കണ്ടാൽ, അവരുമായി ബന്ധപ്പെട്ടാൽ ഈമാൻ അധികരിക്കും. ഇത് സത്യത്തിൽ ഭാവിച്ചയെ കണ്ടാൽ ഈമാൻ താൻ അധികരിക്കും, ഒന്നും ചെയ്യണ്ട. അങ്ങനത്തെ ഒരു പ്രകൃതിയായിരുന്നു. കാരണം മൂപ്പരുടെ ആ ജീവിതം മനസ്സിൽ ആരോടും ഒരു ഇതുമില്ലാത്ത, ഒരു കില്ലുമില്ലാതെ, ഒരു ഹസദില്ലാതെ, എല്ലാവരോടും സ്നേഹവും ബഹുമാനവും മാത്രമുള്ള ബഹുമാനപ്പെട്ട ആചാര്യർ നമ്മളോട് മരിച്ചിട്ട് 12 വർഷമായി. അപ്പോൾ അവിടുത്തെ ആ ജീവിതം നമുക്കൊരു മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ, സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസരിൽ ഒരുമിച്ച് തീർമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന് മുട്ടാഞ്ചേരി സഖാഫി 2 വാക്ക് പറയും. അസ്സലാമു والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين أما بعد. ബഹുമാന്യ പണ്ഡിതരെ, സ്നേഹിതരെ, സാദാത്തുക്കളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നമ്മളെ എടപ്പള്ളി ഉസ്താദ്, കൽത്തർ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ പിതാവ്, വളരെ നേരത്തെ ബന്ധമുണ്ടെങ്കിലും കൂടുതൽ അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയത് കുറവാണ്. 979 ഞാൻ കാന്തപുരം അസീസിയ അറബിക് കോളേജ് പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉള്ളാൾ തങ്ങളും ഉള്ളാൾ ദർഗയുടെ പ്രസിഡന്റും കൽത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ദർസിൻ്റെ വാർഷികത്തിന് വന്നിരുന്നു.
അന്ന് മഗ്‌രിബിനാണ് മഹാനായ ഗുൽത്തർ ഉസ്താദിൻ്റെ പിതാവിനെ ഹാജി സാഹിബിനെ ഞാൻ ആദ്യമായി കത്തറമ്മൽ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് പരിചയപ്പെടുന്നത്. പിന്നീട് പലപ്പോഴും കാന്തപുരം ഉസ്താദിൻ്റെ അരികിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ച കാണാൻ വരുമായിരുന്നു, ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത, വെറും ദുആ ചെയ്യിപ്പിക്കാൻ നേരെ കത്തറമ്മയിൽ നിന്ന് കാന്തപുരത്തേക്ക് നടന്നു വന്നു എന്നാണ് പറയൽ. ഷോർട്ട് റോഡുണ്ട്, ആ ഷോർട്ട് റോഡിന് നടന്നു വന്നു എന്നാണ് പറയൽ. അക്കാലത്തൊക്കെ അധികം ആളുകൾ നടക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ അവേലത്ത് വെച്ചുകൊണ്ടും ഒരുപാട് പ്രാവശ്യം കാണാനിട വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ആ വലിയ മനുഷ്യൻ ഉമറാക്കൾക്ക് മാതൃകയായിരുന്നു. ഉലമായിനെ എങ്ങനെ ആദരിക്കണം, അവരെ എങ്ങനെ ജീവിതത്തിൽ പകർത്തണം, അവരെ എങ്ങനെ ആഖിറത്തിലേക്ക് ഉപയോഗപ്പെടുത്തണം എന്നതെല്ലാം ബഹുമാനപ്പെട്ട ഹാജി സാഹിബിൽ നിന്ന് മറ്റു ഉമറാക്കൾ കണ്ടുപഠിക്കേണ്ടിയിരുന്നു. ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. ഹൃദയത്തിൽ നേരത്തെ സയ്യിദ് അവർകൾ പറഞ്ഞതുപോലെ ഒരാളോടും ഒരു ഹസദില്ലാതെ, ഒരാളോടും ഒരു എതിർപ്പില്ലാതെ, വളരെ നിഷ്കളങ്കനായി ഉള്ളിലുള്ള കാര്യം മുഴുവനും മുഖത്ത് എടുത്തു പറയപ്പെടുന്നത് പോലെ, എടുത്തു വെച്ചതുപോലെ മഹാനായ ഹാജി സാഹിബിനെ കാണാമായിരുന്നു. അതുപോലുള്ള ആളുകൾ നമ്മിൽ നിന്ന് മറഞ്ഞു പോകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ നഷ്ടം. ഏതായിരുന്നാലും നാമും നമ്മുടെ പൂർവികരായ ആളുകൾ നടന്നതുപോലെ, അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള നല്ല തഖ്വയുള്ള എത്രയോ ആളുകൾ ഉണ്ടാവാം, അവരൊക്കെ ജീവിക്കതുപോലെ ജീവിക്കാൻ ജീവിതം പഠിക്കുകയും പകർത്തുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവാദരണരായ സദാത്തുക്കൾ, ഉലമാക്കൾ, ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും സുപരിതരും സർവരാരും ആദരണീയരും ആയുഷ്കാലം മുഴുവൻ സ്തുത്യർഹങ്ങളായ ജീവിതങ്ങളിലൂടെ ധാരാളം കയ്യൊപ്പുകൾ ചാർത്തിയ പന്നിങ്ങാട് അഹമ്മദ് കുട്ടി ഹാജി നവറല്ലാഹു മർഖദ അവിടെ 11ാം ആണ്ട് നേർച്ചയാണ് ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. മരിച്ചവരെ ഓർക്കുക, പറയുക, വദ്കുറു മഹാസന മൗതാക്കും, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, അത് ജീവിതത്തിൽ പകർത്തുക, ഇതെല്ലാമാണ് ഇന്നിന് അനിവാര്യമായത്. ഓരോ മഹത്തുക്കളിലും ധാരാളം പാഠങ്ങൾ, അനുഭവങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരമകനായ സയ്യിദ്നാ ഹുസൈൻ റളിയല്ലാഹു, അവിടുത്തെ മകനായ സയ്യിദ്നാ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവരുടെ ചരിത്രത്തിൽ കാണാം. മഹാനകൾ മരിച്ചു, വഫാത്തായി, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കറുത്ത പാട്, കുറേ തയമ്പ് പുറത്ത് മുഴുവനും കാണുന്നു. ഒരു കൂലിപ്പണിക്കും പോകാത്ത മഹാനുഭാവൻ്റെ പുറംഭാഗം മുഴുവനും എങ്ങനെയാണ് തഴമ്പ് കിട്ടിയത്? അപ്പോഴാണ്
അന്ന് വരെ അറിയാത്ത ഒരു രഹസ്യം പുറത്തു വന്നത്. അഥവാ മഹാനവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീന തെരുവിൽ മദീനയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതെല്ലാം കുടുംബങ്ങളിൽ ദരിദ്രരും വിശിഷ്യ വിധവകളും ഐത്താമുകളുമുണ്ടോ അവിടെയെല്ലാം നേരം പുലരുമ്പോൾ ഭക്ഷ്യക്കിറ്റുകളും വിഭവങ്ങളും നിറഞ്ഞിരിക്കും. ആരാ കൊണ്ടുവരുന്നത്, എങ്ങനെയാണിത് എത്തുന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് മഹാനവർ വഫാത്താകുമ്പോഴാണ് ഇത് അറിയുന്നത്. മഹാനവറുകളെ വേലക്കാരനെ ഏൽപ്പിക്കാതെ, സഹായത്തിന് ഒരാളെ കൂട്ടാതെ, അല്ലാഹു അല്ലാതെ വേറാരും അറിയില്ല. ഇന്നാ നുതിമുകും ലിവജിഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് പറയാറുണ്ട്. ഇന്നൊക്കെ ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷേ അതിൻ്റെ ഒക്കെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ടായിരിക്കും, പല താല്പര്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ വജിഹ് എങ്ങനെ ഉദ്ദേശിക്കണമെന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഇതാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം. മാഷാ അല്ലാഹ്, അടുത്ത കാലത്ത് സമകാലികരിൽ ജീവിച്ച മഹത്തുക്കളിൽ കുറേ വിശേഷത്തിനുടമയാണ് നമ്മുടെ അഹമ്മദ് കുട്ടി ഹാജി. 11 വർഷമായി വഫാത്തായിട്ട് പല പ്രാവശ്യം വിനീതം കണ്ടിട്ടുണ്ട്. മഹാനായ താജുൽ ഉലമയോട്, മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ്, അങ്ങനെ പണ്ട് നേതൃത്വത്തോട് അപാരമായ സ്നേഹവും ബഹുമാനവും. ആ മുഖം നോക്കിയാൽ തന്നെ ആ ഈമാൻ വെളിച്ചം വളരെ വ്യക്തമാകുമായിരുന്നു. പ്രസംഗിക്കാൻ കുറേ ആളുകൾക്ക് കഴിയും, എഴുതാൻ നന്നായി കഴിവുണ്ടാകും. പക്ഷേ ജീവിതം പ്രാക്ടിക്കലൈസ് ചെയ്യാൻ, ആ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ കഴിയുന്നവർ നന്നേ കുറവായിരിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ജനങ്ങൾ 200 ഒട്ടകം പോലെ. ആ 200 ഒട്ടകത്തിന് നിന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒട്ടകം ഒന്നുപോലും ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ കുറേ പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ പന്നിങ്ങാട്ട് അഹമ്മദ് കുട്ടി ഹാജിയുടെ ജീവിതം വല്ലാത്തൊരു ജീവിതമായിരുന്നു. ഈ മഹല്ലത്തിൽ നിന്ന് മാത്രമല്ല, പരിസര മഹല്ലത്തുകളിലൊക്കെ വിശന്നവശരായ ആർക്കും ഭക്ഷണം കൊടുക്കാൻ, അതോ നല്ല നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം. പലപ്പോഴും ഞാൻ ആ കുടുംബത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല മക്കളിലൊക്കെയും ആ വിശേഷണങ്ങൾ ലഭിച്ചതും അൽഹംദുലില്ലാഹ് അവരുടെ 3 മക്കളും നല്ല ദീനീ ഖാദിമീങ്ങളായി മാറിയില്ലേ. അവരുടെ മൂത്ത മകൻ കൽത്തറ ഉസ്താദ് അൽഹംദുലില്ലാഹ് എറണാകുളം ജില്ലാ സമസ്തകളുടെ ജമിഅത്തുലമായുടെ പ്രസിഡൻ്റായത്, എറണാകുളം ജില്ലാ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപിച്ചത്, അതിനന്ന് നേതൃത്വം നൽകിയത്, ആ പ്രദേശത്ത് അങ്ങനെ സ്ഥാപനം പടുത്തുയർത്താൻ കഴിഞ്ഞത്, ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് തുടങ്ങാൻ കഴിഞ്ഞത്, അത് ലോകത്തിൻ്റെ മാതൃകയായത്, അൽഹംദുലില്ലാഹ് താജുലുമ്മ ഉള്ളാളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നിന്നൊരു സ്ഥലമായിരിക്കും മഹാനായ കൽത്തറ ഉസ്താദിൻ്റെ ആ ക്യാമ്പസ്. താജുലുമ്മയെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തോടും സ്ഥാപനത്തോടും വലിയ ബഹുമാനവും സ്നേഹവുമായിരുന്നു. ഇന്നും മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോഴൊക്കെ താമസിക്കുന്ന ഇതാണ്. ഇങ്ങനെ ഒന്നും ആ മക്കൾ അൽഹംദുലില്ലാഹ് അവരുടെ രണ്ടാമത്തെ മകൻ മുട്ടായി ഉസ്താദ് അൽഹംദുലില്ലാഹ് 15 വർഷമായി വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നു. മൂന്നാമത്തെ മകൻ അബ്ദുറഹ്മാൻ തഖാഫി അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിന് ജനറൽ സെക്രട്ടറിയായും ബുസ്താനാബാദിൽ ഉദ്ദേശിച്ചായിട്ടും. അങ്ങനെ മക്കളെല്ലാവരും നന്നായി തീരുക എന്ന്, ഇതുകൊണ്ടൊക്കെ കിട്ടുന്ന ഗുണങ്ങൾ അതാണ്. അല്ലാഹു തആല ഒരു മനുഷ്യനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കളെ നന്നാക്കി തീർക്കുക എന്നുള്ളത്. മഹാനവകൾ സുബഹിൻ്റെ എത്രയോ മുമ്പ് എഴുന്നേൽക്കും. ഏതു മതത്തിലും ഹൈന്ദവർ ബ്രഹ്മമുഹൂർത്തം എന്നാണ് വിളിക്കുക. അത് അവരുടെ ദിവ്യഗ്രന്ഥങ്ങൾ കാണാം, സൂര്യോദയത്തിൻ്റെ 3 മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം. അതുതന്നെയാണ്
1400 വർഷങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖ് സ്വലദാസങ്ങൾ തഹജ്ജുദ് എന്ന് പറയുന്നു. അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച് ഇലൈക യാ റബ്ബി വജ്ജഹ്തു ഹാജാതി എന്ന് ബൈത്ത് ചൊല്ലി പള്ളിയിലേക്ക് പോകുന്നത്. കുറേ സമയം പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നു. ളുഹറിന് പള്ളിയിൽ പോയി അസ്റാവുമ്പോൾ പള്ളിയിൽ വന്ന് പിന്നെ അസ്റിന് പോകുന്നത്. അതെന്തിനാന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കൂലി കിട്ടാൻ. മാഷാ അല്ലാ, ഓരോ കാൽപാദം പള്ളിയിലേക്ക് വെക്കുമ്പോൾ അങ്ങനെ ആരും കാണാതെ പോകുന്ന സുന്നത്തുകൾ എല്ലാവരെയും ബഹുമാന പുരസ്സരം മോനെ എന്നല്ലാതെ ആരെയും വിളിക്കാറില്ല. മരിച്ചിടത്ത് ആദ്യം എത്തി എല്ലാ മരണാനന്തര ചടങ്ങുകളും ചെയ്യാൻ വളരെ സജീവമായി നിൽക്കുന്നത്. പള്ളിയിൽ ആരും എത്തി ജമാഅത്തിന് ആളെ കിട്ടിയില്ല എങ്കിൽ വീട്ടിൽ വന്ന് മക്കളെ കൂട്ടി ജമാഅത്താകുക. ഓരോ വീടുകളിലും മാസങ്ങൾ സന്ദർശനം നടത്തി ആവശ്യമുള്ളത് കൊടുക്കുക. അങ്ങനെ എന്തെല്ലാം ഗുണങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത്. ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ബുദ്ധി വികസിച്ചിട്ടുണ്ട്, ഹൃദയം സങ്കുചിതമാവുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസം നിരവധിയാണ്. പക്ഷേ ഉമ്മയെ എങ്ങനെ പെരുമാറണം, ബാപ്പയോട് എങ്ങനെ ആദരിക്കണം എന്നൊന്നും അറിയില്ല. എല്ലാ വിഷയത്തിലും നമ്മുടെ കുട്ടികൾ, ഞാനെപ്പോഴും പറയാറുള്ളത്, മഴത്തിലെ കുട്ടിയോട് പറയാറുള്ളത്, നമ്മുടെ മക്കൾ 2020-ലും 30-ലും ജീവിക്കേണ്ടവരല്ല, 2080-ലും 90-ലും ജീവിക്കേണ്ടവരാണ്. അന്നത്തേക്കാവശ്യമായ മുഴുവൻ കഴിവുകളും ഇപ്പോഴേ ആർജിച്ചെടുക്കണം. ഫോറിൻ ലാംഗ്വേജ്, മോഡേൺ ടെക്നോളജി, ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ കഴിവുകളും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന്. മാഷാ അല്ലാ, ഈ ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അന്ന് തൊട്ട് ഇതുവരെ എല്ലാ ദിവസവും ഹദീസ് ക്ലാസ് നടത്താറുണ്ട്. അതിൽ 1000 ആളുകൾ നിറഞ്ഞിരിക്കും. ഒരാൾക്ക് പോലും പലപ്പോഴും കയറാൻ കഴിയാതെ സൂമിൽ. ഇന്ന് ഒന്ന് തോന്നി, പെൺകുട്ടികൾക്ക് മാത്രം ഒരു സെഷൻ ദാറുസ്സഹ്റയിലും ഷീ ക്യാമ്പസിലും ഹിയ ക്യാമ്പസിലും ക്യൂലാൻഡിലൊക്കെ മാഷാ അല്ലാ 7 ഭാഷയിലൊക്കെ പെൺകുട്ടികൾ പ്രസംഗിക്കുന്നുണ്ട്. ജർമ്മൻ, ഫ്രഞ്ച്, കൊറിയൻ, ഇംഗ്ലീഷ്, ഉറുദു. എങ്ങനെ ഇവരൊക്കെ പഠിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു. എവിടുന്നാണ് ഇത് പഠിച്ചത്? ഉസ്താദേ, മൊബൈലിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഞാനിത് പറയുന്ന ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾ നന്നായി വികസിച്ചു വളർന്നു വരുന്നു എന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. 10-60-70 കൊല്ലം മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഹാജിയെപ്പോലുള്ളവരുടെ ആ സൽ സ്വഭാവങ്ങൾ, പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഒത്തൊരുമയും കൂട്ടായ്മയും, അത് നമ്മുടെ കുട്ടികളിൽ നിന്ന് അന്യമായി പോകുന്നു എന്ന്, ആ ആത്മീയത, ആ ആത്മാർത്ഥത, ആ സഹവർത്തിത്വം, ആ ഐക്യം, ഒത്തൊരുമ, ഇതൊക്കെ തിരിച്ചു പിടിക്കണം. എന്നാൽ ഇന്ന് മനുഷ്യൻ രക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും ഈ കുടുംബജീവിതം അല്ലാഹു തആല അനുഗ്രഹിച്ചൊരു കുടുംബമായി. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ഖാദർ മദനി ഉസ്താദ്, എനിക്ക് മറക്കാൻ കഴിയില്ല, കഴിഞ്ഞ വർഷം ഡിസ്ക് പ്രോബ്ലം വന്ന സമയത്ത് ദിവസമെന്ന് പറഞ്ഞ രൂപത്തിൽ ഫോൺ വിളിക്കും. മാത്രമല്ല ഇവിടെ വന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, സി എം വലിയുല്ലാഹി റളിയല്ലാഹു തആല തങ്ങളുടെ മൗലിദ് അവിടെ സി എം വലിയുല്ലാഹി റളിയല്ലാഹുവിൻ്റെ ഹദ്റത്തിൽ വെച്ച് ദുആ ചെയ്യിപ്പിക്കാൻ, ഇതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. റബ്ബേ, എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. മുട്ടായി മുസ്ലിയാർ അഥവാ മുഹമ്മദ് ഖിദ്മത്ത് മുസ്ലിയാർ, ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസയിൽ 15 വർഷത്തോളം സേവനം ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ സഖാഫി കൽത്തറ ഉജമാഅത്ത് സഖാഫത്ത് ഇസ്ലാമിയ ജനറൽ സെക്രട്ടറിയും മുസ്താനാബാദ് മുദരിസുമായി. അങ്ങനെ പെൺകുട്ടികളും കുടുംബങ്ങളും എല്ലാവരും അവരെ സഹോദര ഉമ്മാക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد صلاة ترضيك وترضيه وترضى بها يا رب العالمين أوصل اللهم ثواب ما هدينا وما قرأناه من القرآن العظيم إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعطرة إلى يوم الدين وأصحابه سات البدريين والوحديين بقية الصحابة والقرابة وكافة أولياء الله تعالى من مشارق الأرض إلى مغرب أرحم الراحيم يا الله ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വത്തിന് യാസീൻ ഖത്മുൽ ഖുർആൻ ഇവിടെ നടക്കുന്ന ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലൊക്കെയും ഭക്ഷ്യ വിതരണം നടത്തുന്നത് അങ്ങനെ ധാരാളം ഹദികൾ അമാലും സ്വാലിഹ 11 കൊല്ലം ഈ കുടുംബത്തിൽ തറവാട്ടിൽ നാട്ടിൽ അവരുടെ മക്കൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അമാലും സായ മാ കസ്ബൽ വലതുലിൽ വാലിദി മക്കൾ ചെയ്യുന്ന എല്ലാ നന്മകളും ഉപ്പാക്ക് ഉമ്മാക്ക് കിട്ടുമെന്ന് പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് സഹങ്ങൾ പഠിപ്പിച്ചതാണല്ലോ റബ്ബെ. അതെല്ലാം റബ്ബെ ഹാജിയുടെ ഖബറിലേക്ക് നീ എത്തിക്കടേ അല്ല, ആ ഖബർ വിശാലായി കൊടുക്കടേ അല്ല, അലാഇല്ലിയിൻ്റെ അർവാഹുകളിലേക്ക് അലാഇല്ലിയിലേക്ക് അവരെ നീ എത്തിക്കടേ അല്ല. യാ അല്ലാ അവരെ എല്ലാ അർത്ഥത്തിലും അവരുടെ ഖബറിന് ദറജന് ഉയർത്തി കൊടുക്കടേ അല്ല. റബ്ബെ അവർ ജീവിതത്തിൽ ചെയ്ത സുത്യർഹങ്ങളായ സേവനങ്ങൾ ഒരൊറ്റ ദിവസം പോലും സുബഹി ഖളാ ആക്കാതെ, ഒരു ദിവസം പോലും അവ്വൽ വക്ത് ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിച്ച് ആ ഇലൈക യാ റബ്ബി വജ്ജഹ്തു ഹജാതി എന്ന ബൈത്ത് അങ്ങനെ മറ്റ് പലരും നഷ്ടപ്പെട്ടു പോയ സുന്നത്തുകളൊക്കെ ഹയാത്താക്കി എല്ലാ മാസങ്ങളിലും പല വീടുകളിലും ചെന്ന് ആയിരങ്ങൾ ആശ്വസിപ്പിച്ച് ഭക്ഷണങ്ങൾ നൽകി കുടുംബത്തിന് വേണ്ട ധാരാളം മരിച്ചയിടത്തൊക്കെ നൽകി. ഇതിലൊക്കെ മരിച്ചയിടത്ത് റബ്ബെ 2 ഖിറാത്ത് മൈതസ്കാരത്തിൽ കൂടി ദഫിൽ കൂടിയാൽ 2 ഖിറാത്ത് പ്രതിഫലമുണ്ടെന്നാണല്ലോ മുത്തനബി പഠിപ്പിച്ചത്. സ്വഹാബത്തുമൽ ഖിറാത്ത് എന്ന് ചോദിച്ചപ്പോൾ മിസ്ലു ജബലി ഉഹ്ദിൻ എന്നാണല്ലോ അവിടെ നിന്ന് മറുപടി പറഞ്ഞ് ഉഹ്ദ് പർവ്വത്തിൻ്റെ അത്ര. അപ്പോൾ എത്രയാണ് ഇന്നൊന്നും ആരും അത് ചെയ്യാതിരിക്കുമ്പോൾ റബ്ബെ ഇതിനൊക്കെ ചെയ്ത് നീ കബൂലാക്കടേ അല്ല, അതിൻ്റെ ഒക്കെ ദറജ നീ ഉയർത്തി കൊടുക്കടേ അല്ല. അവരും ഞങ്ങളിന്ന് ജന്നാത്തുൽ നഈമിൽ റബ്ബെ അവരുടെ മക്കളാ അബ്ദുക്ക് കൽത്തർ ഉസ്താദിനും അതുപോലെ തന്നെ മുഹമ്മദ് മുസ്ലിഹാർ മുട്ടായി ഉസ്താദ് അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സഖാഫി കൽത്തറ അങ്ങനെ അവരുടെ ഭാര്യമാർക്ക് മക്കൾക്ക് കുടുംബത്തിന് റബ്ബെ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്ക് അങ്ങനെ തുടങ്ങിയ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർക്ക് മഹാനായ താജുൽ ഉലമ റബ്ബെ അതുപോലെ തന്നെ താജുൽമയുടെ ഭാര്യ ഞങ്ങളൊക്കെ കുടുംബത്തിൽ എല്ലാവർക്കും ഇൻഷാ അള്ളാ അമ്പിയാക്കൾ ഔലിയാക്കളുടെ മദദ് നീ നൽകണേ അള്ളാ. താജുൽമൻ്റെ മത് നൽകണേ അല്ല, താജുൽമൻ്റെ മത് നൽകണേ അല്ല. മഹാന സുൽത്താൻ കാന്തപുരസ്ഥാന പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ, ഖൈറു ബർക്കത്ത് നൽകണേ അല്ല, ഫത്ഹ് സലാമത്ത് നൽകണേ അല്ല. എല്ലാവരും ശാരീരിക മാനസിക പൈശാചിക അസുഖങ്ങൾ ഷിഫയാക്കണേ അല്ല. കടങ്ങളെല്ലാം നീ വിട്ടണേ അല്ല, ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ല. ഇഹപര വിജയം നീ നൽകണേ അല്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لآبائنا وأمهاتنا وأساتذة مشايخنا يا غافر المذنبين وارحمنا وإياهم برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, മഹാനായ പന്നിങ്ങാട്ട് അഹമ്മദ് കുട്ടി ഹാജി അവരുടെ 12ാമത്തെ ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നടത്തിവരുന്ന വിവിധങ്ങളായ മജ്‌ലിസുകൾക്ക് സമാപനം കുറിക്കുകയാണ്. മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്നുള്ള വലിയ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ആത്മീയമായ ഒരുപാട് മജ്‌ലിസുകൾ, ഒരുപാട് പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട അവിടുത്തെ കുടുംബാംഗങ്ങളുടെയും അവരുടെ മുഹിബ്ബീങ്ങളുടെയും അതേപോലെ അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, സാദാത്യങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹവും സഹായവും പിന്തുണയും കൊണ്ടാണ് ഈയൊരു വലിയ പരിപാടി
സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ആത്മീയമായിട്ട് ആ ഒരു ആണ്ട് പരിപാടിയെ ഉൾക്കൊള്ളാനും പങ്കെടുക്കാനും നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. അള്ളാഹു നാം ചെയ്ത എല്ലാ സൽപ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെ ഗുണഫലം കൊണ്ട് മഹാനവറുകളുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മെയും നമ്മൾക്ക് ബന്ധപ്പെട്ടവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇത് സംബന്ധിച്ച എല്ലാവരെയും, ഇതിനോട് സഹകരിച്ച, ഇതിനുവേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിൽ ആരൊക്കെ ചെയ്തോ അവർക്കെല്ലാവർക്കും ദയങ്കമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈയൊരു ആണ്ട് പരിപാടിയുടെ സമാപന സെഷൻ അവസാനിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.